കുശലേ ഒരു ചായ. രാവിലെ തുടങ്ങിയ കാര്യമില്ലാതെ ഒരു എഴുത്ത് ഒന്നിക്കില്ല അടുക്കളയിലെ ഒരു സഹായം ഒരു 10 പൈസേന്റെ ഒരു ഗുണം. മധുരയില്ലല്ല. ദോശയാക്കി കഴിച്ചു. നിങ്ങൾ ചായ കുടിച്ചുവാ? കുടിച്ചിട്ടാണ് ഇപ്പൊ ഇറങ്ങിയേ. അതെയാ. കുശലേ വേമ്പാ. എന്താണ് ഇത്ര വൈകീനി? ഞാൻ ചായപ്പൊടി വാങ്ങാം, പൈസ കൊടുത്തിട്ട് വരാം. നേരത്തെ പൈസ എല്ലാം കൊടുത്തിട്ട് വന്നൂടെ ഞങ്ങൾക്ക്? ഇനിയും ചായ കുടിച്ചിട്ടില്ലേ? ഇതിന് ചായപ്പൊടി വാങ്ങി വെക്കണം, അല്ലേ ഇടക്കിടക്ക് ചായ കുടിക്കൂല. എനിക്കെന്ന് എത്ര നല്ല സന്തോഷം. കോട്ടമോനെ കാണാൻ പോന്നെയാ? കാമുകെ. ഹലോ മിസ്റ്റർ, നിങ്ങൾക്ക് ചെവി കേട്ടൂടെ? സോറി, ഞാൻ കേട്ടില്ല. വേറെ ടെൻഷനിലായിപ്പോയി, അതാ. എന്താ നിങ്ങളെ പ്രശ്നം? രാവിലെ തുടങ്ങിയ കാര്യമില്ലാതെ ഒരു എഴുത്ത് ഒന്നിക്കില്ല അടുക്കളയിലെ ഒരു സഹായം ഒരു 10 പൈസേന്റെ ഒരു ഗുണം. ഞാനൊരു എഴുത്തുകാരനാണ്. എൻ്റെ കഥ എപ്പോഴെങ്കിലും ഒരു സിനിമയാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഭാര്യൻ്റെ തൊഴിലിനെ ഉറപ്പുള്ളതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലേ? തൊഴിലില്ല. പണമുള്ളവന് കഴിവില്ല, കഴിവുള്ളവന് പണമില്ല, ഇത് രണ്ടും ഉള്ളവന് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ സിനിമ എടുക്കും? അല്ല, ഞാൻ ലോട്ടറി എടുക്കുന്നുണ്ട്. എപ്പായാലും അടിക്കുമല്ലോ. ഏതായാലും കഥ എഴുത്, കഥ കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ സഹായിക്കാം. നാളത്തെ ഇതെല്ലാം എപ്പം എടുക്കുന്നില്ല, ഒന്നും അടിക്കുന്നില്ല. ഭാഗ്യല്ലേ? പൈസ ഉണ്ടോ നമ്മൾ നോക്കട്ടെ. നനക്കുന്നിടോ. നാളത്തെ നാളത്തെ നല്ല നമ്പറാണ്. ആ നോക്കിക്കോ. പഠിച്ചിട്ട് വൈകുന്നേരം പൈസ ഇത് കൊണ്ട് വരണേ. അതെ. നാളത്തെ 1 കോടിയാണ്. 1 കോടി. എന്നാ ഇത് എടുത്തി ഒന്ന് നോക്കിയാട്ടെ. ആ നോക്കാം. ഒന്നാം സമ്മാനം വായിക്കും. ഒന്നാം സമ്മാനം BX 7 5 6 0 1
വെറുതെ കളിപ്പിക്കല്ലേ, തമാശയാക്കല്ല, പറ. 0. ഒറ്റ നമ്പറിന് 1 കോടി പോയി. വില കൂട്ടുന്നതും വില കുറക്കുന്നതും 0. ഇതും പോയി. നാളത്തെ ഒന്നോട്ടെ. ഇത് ചായപ്പൊടി വേണ്ട പൈസയാ. ഇതാ നല്ല അടിപൊളി നമ്പറാണ്. ആ വീലെന്തായാലും അടിക്കും. കഥക്കുള്ള അവാർഡ് വാങ്ങാനായിരിക്കും അല്ലേ ഈ വൃത്തിയാക്കല്? ആ അതെ, മികച്ച കഥക്കുള്ള അവാർഡ് ഞാൻ വാങ്ങും. ഏത് കഥക്ക്? ഞാനേത് കഥക്ക്? ഇതേ നോക്ക്, അതിലെ കണ്ടന്റ് എന്റെയാണ്. നീ ഒരു വാക്ക് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് നിന്റെ കഥയാവുക? ഞാൻ പറഞ്ഞ ഒരു വാക്കായി എഴുതിയിട്ടുണ്ടോ എങ്കിൽ അത് എന്റെയും കൂടിയാ. എൻ്റെ മോളെ, നീ ഞാൻ കാണിച്ചാ എനിക്ക് കണ്ടന്റ് കാണിച്ചു കൊടുക്ക നോക്ക്. ഒറ്റയ്ക്കു ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തുമ്പോൾ കണ്ടു നിൽക്കുന്നവർ ഏറെയുണ്ട്. കൂട്ടത്തിൽ കൂടിയ കൂട്ടുകാരിൽ ചിലർ കൂട്ടത്തോടെന്നെ ചതിക്കലുണ്ട്. ഹലോ ഹലോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടേ. സാർ ഇന്ന് വരണ്ടേ സാർ? ആ അയ്യോ, ഞാനിവിടെ എത്തി. ഇന്ന് കുറച്ച് പ്രശ്നമായിരുന്നു. ആ ഏതായാലും നമുക്ക് ഇന്നൊന്ന് കാണാം. സാർ ഇവിടെ എത്തിയോ? ആ ഞാനിവിടെ എത്തി. ആ എന്നാ കാണാം സാർ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി ശരി. ഹലോ, നമസ്കാരം. നമസ്കാരം സാർ. ഞാനെന്ന് പറഞ്ഞ കഥ റെഡി ആയിട്ടില്ലേ? എല്ലാം റെഡി ആയിട്ടുണ്ട് സാർ. ഞാൻ അഡ്വാൻസും കൊണ്ട് വന്നതാണ്. ഓ ഓക്കെ, സാർ. എന്നാ വാ. ആ അന്ന് ഞാൻ പറഞ്ഞില്ലേ? കേറ് കേറ് സാർ, ഇരിക്കേ. ഇരിക്ക് സാർ, ഇരിക്ക്. ഇവിടെ ഇരി. അയ്യോ, എന്തെന്നാ ഇത്? പാടത്ത് പണി പരമ്പത്ത് കൂലി എന്നല്ലേ? ഇത് വാങ്ങിക്ക്. എൻ്റെ കഥക്കുള്ളതാണോ? അതെ. ഓ ഈശ്വരാ. കുശലേ, ഇങ്ങോ, ഇങ്ങോട്ട് വാ. പേര് കുശല അല്ലേ? അതെ സാർ. ആ കുശലേ, ഇത് എൻ്റെ കഥക്കുള്ള സാറിൻ്റെ ചെറിയൊരു സമ്മാനം. ഇത് നീ വെച്ചോ, നീ വെച്ചോ. ഓ എന്നാ വാ, ഇരിക്കെ. ഒരുപാട് നന്ദി സാർ. നമുക്ക് എന്നാൽ ആ കഥയൊന്ന് കേട്ടൂടെ? ആ കേൾക്കാം. കുശലേ, അതിങ്ങെടുക്ക്, എടുത്തു എടുക്ക്, കഥ എടുക്ക്. എടുത്തു എടുക്ക്, എടുക്കടാ. എന്നാ രണ്ടാക്കൊരു ആംഗ്യ ഭാഷ. ഒന്നുമില്ല, എടുക്ക്, എടുക്ക്. ആ കടലാസ് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ കത്തിച്ചു. സാർ എന്നോട് ക്ഷമിക്കണം.
ഇത് തിരിച്ച് മേടിക്കണം സാർ. ഞാൻ ഇത്ര നാളും കഷ്ടപ്പെട്ടത് വെറുതെയായി. ഒരു കഥ എഴുതുമ്പോൾ ആരോടും ഒരു കൈസഹായവും മേടിക്കരുതെന്ന് എനിക്ക് എഴുത്തിലൂടെ മനസ്സിലായി. ഇത് മേടിക്കണം സാർ. സാരമില്ല, ധൈര്യമായി. ഇനിയും നല്ലൊരു കഥ എഴുത്, നമുക്ക് സിനിമയാക്കാം. നിങ്ങളെ കുടുംബജീവിതം എനിക്ക് മനസ്സിലായി. ആ ശരി, വരാം. നിന്നോട് ചോദിച്ചിട്ടാ ഞാൻ കഥ എഴുതല്? പിന്നെ നിന്റെ കണ്ടന്റാന്ന് പറഞ്ഞെന്നാ? നിന്റെ എന്തെന്ന് എല്ലാം അറിയാന്ന നിന്റെ വിചാരം. അതുകൊണ്ടെല്ലാം പോയില്ലേ? ഇവളോട് ചോദിച്ചാ പേര് കിട്ടും. മോളെ ഒരു 3 കുട്ടികളെ പേര് പറഞ്ഞാട്ടെ. എന്തിനാ? കഥ എഴുതാനാ. പെൺകുട്ടികളെ പേരാണേ. പേര് പോലും അറിയാത്ത നിങ്ങളാണാ കഥ എഴുതുന്നത്? കുശലേ, മോളെ നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നാളെ പണിയുണ്ടേ. മോളെ പേരെന്നാ? സിഞ്ചു. ശരി പോന്നേ. അല്ലപ്പാ, നിങ്ങൾക്ക് 3 പെണ്ണുങ്ങൾ പേര് വിളിക്കുക. കിട്ടും. അല്ലപ്പാ, നിങ്ങൾക്ക് കണ്ടന്റ് ഒന്ന് മാറ്റിക്കൂടെ? കണ്ടന്റ് മാറ്റാനൊന്നും എന്നെ കിട്ടൂല. ആരെ കിട്ടൂല? എന്നെ കിട്ടൂല. എന്തേ വേണ്ടിക്കിൽ ഇന്നെ മാറ്റാം വേണ? കണ്ടന്റ് മാറ്റാൻ പറയാം. എന്നാ നിങ്ങൾക്ക് അതേ പൂർത്തിയാവൂല. എന്നിട്ട് വേണം ഓക്ക് കണ്ടന്റെയാന്ന് പറയാൻ. അത് വേണ്ട, ഒരിക്കൽ പഠിച്ചില്ലേ. കുശലേ, ഒരു ചായ എടുത്താ. കുശലേ, ഒരു കട്ടൻ എടുത്താ. ഇതേതാ ചായപ്പൊടി? ചായപ്പൊടി കുറച്ചേ ഉള്ളൂനോ, അതുകൂടെ കാപ്പിപ്പൊടി കൂട്ട്. പണ്ടാരോ പറഞ്ഞ പോലെ നീ എന്നെ ചാപ്പിയും കുടിപ്പിച്ചല്ലേ? ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തുമ്പോൾ കണ്ടു നിൽക്കുന്നവർ ഏറെയുണ്ട്. കൂട്ടത്തിൽ കൂടിയ കൂട്ടുകാരിൽ ചിലർ കൂട്ടത്തോടെ എന്നെ ചതിക്കലുണ്ട്. കൂട്ടത്തിൽ കൂടിയ കൂട്ടുകാരിൽ ചിലർ കൂട്ടത്തോടെ എന്നെ ചതിക്കലുണ്ട്. കിട്ടി കിട്ടി. ഇങ്ങോട്ട് വാ, വേഗം വാ. എന്താ കിട്ടി? 3 പേരും കിട്ടി. 3 പേരും കിട്ടി. നല്ല അസല് പേര്. കിട്ടിയത് പറ. ചാരു, മന്യ, ലാസിക. ചാരും ചീരൊന്നും വേണ്ട. ചാരു എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള, മന്യ എന്ന് പറഞ്ഞാൽ അഗ്നി, ലാസ്യ എന്ന് പറഞ്ഞാൽ നർത്തകി. ചാരു, മന്യ, ലാസിക. എങ്ങനെയുണ്ട് പറ. നിന്റെ പേരിന്റെ അർത്ഥം എനിക്ക്? കുശല. വീട്ടുകാർ അറിഞ്ഞിട്ട പേരാ നിന്റെ. സാമർത്ഥ്യമുള്ളവള്, സമർത്ഥ. നീ ഭയങ്കര സാമർത്ഥ്യമുള്ളവളല്ലേ? എന്നാ വിദ്യാശങ്കറിന്റെ അർത്ഥം എന്നാ? ശിവൻ, സാക്ഷാൽ പരമശിവൻ. ഇതൊന്ന് കേട്ട് നിന്നാലേ കഞ്ഞി കുടിക്കും. ശിവന് കഞ്ഞി വേണ്ട, കട്ടൻ ചായ മാത്രം മതി.
ഹലോ സാർ, ഞാൻ കഥ എഴുതി കഴിഞ്ഞു. പക്ഷേ അങ്ങോട്ട് വിളിക്കാൻ ഒരു മടിയായതുകൊണ്ടാ. സാർ ശരി സാർ, വന്നോളൂ സാർ. ഓക്കെ സാർ, ഓക്കെ. കുശലേ, നീ എന്നാ വിളിച്ചിട്ട് കേൾക്കുന്നില്ലേ? എന്താ? ഡയറക്ടറും പ്രൊഡ്യൂസറും വരുന്നുണ്ട്. അവർക്കൊന്നും കൊടുക്കണ്ടേ? ചായ വെള്ളമായിട്ട് കൊടുക്കണ്ടേ? നിങ്ങൾ ചാപ്പിയായാലും കുടിക്കും, അവർക്കൊരു ചായ കൊടുക്കണ്ടേ? പൈസ ഒന്നും കണ്ടോ എൻ്റെ അടുത്ത്? നീ എന്നാ പോയിട്ട് മേടിച്ചിട്ട് വാ. ലോട്ടറി അടിച്ചിട്ടാകുമ്പോൾ നിൻ്റെ കട കംപ്ലീറ്റ് വിടും ഞാൻ. വീട്ടും ആള് ആ വേഗം വാ സാറേ. വാ സാറേ, കേറ് വാ, ഇരിക്കേ. ഇരിക്കും. ഇരിക്കും. ഇതാന്ന് ഞാൻ പറഞ്ഞ ആള്. ഇത് നമ്മുടെ പുതിയ സിനിമേൻ്റെ ഡയറക്ടറാ. ഓഹോ, നമസ്കാരം സാർ. ഓ, എന്താ പേര്? എൻ്റെ പേര് രാജൻ ബി. രാജൻ ബി ദേവിൻ്റെ? ആരുമല്ല, ബി ഇൻഷലാണ്. രാജൻ ബി തളിപ്പറമ്പ് എന്ന് പറയും. ആ. എന്നാ നമുക്ക് കഥയൊന്ന് കേട്ടാലോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും ഒരു അത് സാരമില്ല, നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഗ്രാമത്തിലെ പച്ചയായൊരു മനുഷ്യനാണ്. നിങ്ങൾ എഴുതുന്ന കഥ എന്തായാലും നന്നായിരിക്കും, ഒരു സംശയവും വേണ്ട. ശരി. എന്നാ കഥ വായി. വായിക്കാം. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ചാരു, മന്യ, ലാസിക. ചാരു ഒരു ബിസിനസ്സുകാരൻ്റെ മകളാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി സ്നേഹത്തിലാവുന്നു. അവരുടെ 2 ഏട്ടന്മാരുണ്ട്. കല്യാണം കഴിക്കാതെ പെണ്ണന്വേഷിച്ച് നടക്കുന്നു. മക്കളെ ഓർത്ത് വിഷമിക്കുന്ന അമ്മ. അച്ഛനില്ല. ഇത് നല്ല കഥ. ഇത് നമുക്കൊരു സിനിമയാക്കി ചെയ്യണം. കഥ കേട്ടപ്പോൾ എനിക്കും തോന്നി. ഇത് നമുക്കൊരു സിനിമയാക്കണം. താങ്ക് യു സാർ. ഹലോ സാർ. വിദ്യാശങ്കറല്ലേ? നിങ്ങൾ എഴുതിയ കഥയും കഥാപാത്രങ്ങളും ഞങ്ങൾക്കിഷ്ടമായി. ചാരു, മന്യ, ലാസിക. നമ്മളിതൊരു സിനിമയാക്കാൻ തീരുമാനിച്ചു. സത്യമാണോ സാർ? അതെ. കുറേ നാൾ വിളിക്കാത്തതുകൊണ്ട് ഞാൻ വെച്ചത് ക്യാൻസലായിന്ന്. താങ്ക് യു സാർ, താങ്ക് യു.